എൻ്റെ വീട് ശരിക്കും കോഴിക്കോടാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മാസമെങ്കിലും മുക്കത്തേക്ക് പോകും. മുക്കത്താണ് എൻ്റെ ഫാദറിൻ്റെ വീട്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ IIM കോഴിക്കോടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് പാസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോവുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഗേറ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് സംസാരിക്കും, ഭയങ്കര പഠിക്കുന്നവർ, നല്ല ബുദ്ധിയുള്ളവരൊക്കെ പഠിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പോകുന്നല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ആക്ച്വലി ഇവിടെ പഠിക്കും എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ജേർണി ഫ്രം ഹിയർ ടു IIM കോഴിക്കോട് ആണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ IIMസിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ IIM കോഴിക്കോടിൽ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കാൻ എൻ്റെ +2 മുതലുള്ള ജേർണി ഞാൻ പറഞ്ഞുതരാം. +2 ഞാൻ സയൻസ് സ്ട്രീമിലാണ് എടുത്തത്. സയൻസ് സ്ട്രീമിൽ ഞാൻ +2 CBSE പഠിച്ചത്. 94.6% ആണ് എൻ്റെ +2ൻ്റെ മാർക്ക് സ്കോർ. +2 പഠിക്കുമ്പോൾ പഠനം മാത്രമല്ലായിരുന്നു, കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അത് CBSE കലോത്സവത്തിന് പോയപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കിട്ടിയതാണ്. ഇതിൽ ഞാൻ കീബോർഡ് വായിക്കുന്നത് കാണാം. ഇത് കപ്പ TV വന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ്, അതിൻ്റെ ഫോട്ടോ ആണ്, ഗിറ്റാർ വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കരിക്കുലേഴ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ എടുത്തത് സയൻസ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പൊതുവേ ഇതിൻ്റെ കൂടെ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ആൾക്കാർ എടുക്കുക. പക്ഷെ ഞാൻ പഠിച്ച വർഷം, ആ വർഷം CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സ് ഉണ്ടായിരുന്നു, തിയററ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്, ബേസിക്കലി ഡ്രാമയും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എൻ്റെ സ്കൂളിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം അവർ നിർത്തുകയും ചെയ്തു. അത് കോഴ്സ് മോശമായതുകൊണ്ടൊന്നല്ല, അത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഇതുപോലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അഭിനയത്തിൽ ഭയങ്കര അടിപൊളിയായതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും സൈഡിലാണ് നിർത്തിയത്. പക്ഷേ അഭിനയത്തിലുപരി ഞാൻ ആ ഒരു കോഴ്സ് എന്നെ ഭയങ്കര അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് നമുക്ക് കുറച്ചുകൂടി ഒരു പെർസ്പെക്റ്റീവ് കിട്ടി. അതായത് ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നതിലുപരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ലോകത്തുണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സും അതിലെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ +2 കഴിഞ്ഞു. പിന്നീട് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത് BSc ഫിസിക്സ് ആണ്. എന്തിനാണ് ഫിസിക്സ് എടുക്കാൻ തീരുമാനിച്ചത്? അങ്ങനെ ഭയങ്കര വലിയ കാരണമൊന്നുമില്ല. ആകെയുള്ള +2 പഠിക്കാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ്, കുറച്ചിങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഫിസിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഡിസിഷൻ ഒന്നുമല്ല. ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എനിക്ക് അഡ്മിഷൻ കിട്ടിയത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിലാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. മിക്ക ഹിന്ദി സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു കോളേജിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പല സിനിമകളുണ്ട്. ബറാക്ക് ഒബാമ ഇന്ത്യയിൽ വന്ന സമയത്ത് നമ്മുടെ കോളേജിലൊക്കെ വന്നിട്ട് സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ പറയാണ് എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റി എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചത്. അപ്പം BSc ഫിസിക്സ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി MSc ഫിസിക്സ് ആണ്. അപ്പോൾ MSc ഫിസിക്സിന് ഏറ്റവും ബെസ്റ്റ് IITസിൽ പഠിക്കുകയാണ്. അപ്പോൾ IITസിൽ അഡ്മിഷൻ കിട്ടണം, വെറുതെ പോയി അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. IIT JAM എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം ഉണ്ട്. IIT JEE പോലെ തന്നെ MScക്ക് വേണ്ടിയിട്ട് IIT JAM ആണുള്ളത്. ആ എക്സാം എഴുതണം. ആ എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്ത് നല്ല റാങ്ക് കിട്ടിയാലാണ് IIT MSc പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3rd ഇയറും 2nd ഇയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. കിട്ടും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ കോളേജ് മൊത്തം സങ്കടമൊന്നും ആയിരുന്നില്ല. ആക്ച്വലി കുറേ രസകരമായുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കോളേജിലും എക്സ്ട്രാ കരിക്കുലേഴ്സ് നടന്നുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് കാണാം, സ്റ്റേജിലൊക്കെ കയറി വായിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ കോളേജിലൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. ആ ബാൻഡ് 2 വർഷം അവിടെ മുംബൈയിൽ പല പല കോമ്പറ്റീഷൻസിൽ നമ്മുടെ ഫസ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ വിമൈനർ എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ TEDxൽ ഒരു സ്പീച്ചും ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പഞ്ചാബിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. സിംഗപ്പൂരിൽ നമുക്കൊരു ഷോ ഉണ്ടായിരുന്നു. ഹോങ്കോങ്ങിൽ ഗൂഗിളിൻ്റെ ഒരു വലിയൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിലൊക്കെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പം കോളേജ് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ടൈമായിരുന്നു. പക്ഷേ ഈ IIT JAM ഒന്നും നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. ശരിക്കും ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് MSc ചെയ്യാൻ ഒന്നും എനിക്ക് ഭയങ്കര കഴിവുള്ള പോലെ തോന്നിയില്ല. ഫിസിക്സിൽ കൂടുതൽ പഠിക്കുന്നതിലും കൂടുതൽ റിസർച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ. രണ്ടാമത്തെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഫിസിക്സ് കൂടുതൽ പഠിക്കാൻ. ഒബ്വിയസ്ലി പഠിച്ച കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫിസിക്സ് ജനറലി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വേറെ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ MBA എന്നുള്ള സാധനം ഓൾറെഡി എനിക്ക് അറിയായിരുന്നു. MBA ചെയ്യണമെന്ന് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ MBA കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു CAT എക്സാം എന്ന് പറഞ്ഞ പൂച്ച പരീക്ഷ, ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയോ കേട്ടത് ഈ എക്സാമിൽ 99% എങ്കിലും കിട്ടിയാലേ ഇത് എന്താണ് നമുക്ക് കിട്ടുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ 99% എന്നുള്ള ആരും രജിസ്റ്റർ ആയില്ല. ഞാൻ 99% എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ പെർസെൻറ്റേജ് നമ്മൾ ഡിഫറൻസ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു 99% എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷയിൽ പോലും എനിക്ക് കിട്ടിയില്ല. ഒരു യൂണിറ്റ് ടെസ്റ്റിൽ പോലും 99% എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇത്രയും വലിയൊരു പരീക്ഷയിൽ 99% മാർക്ക് വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. ആക്ച്വലി എൻ്റെ പല ഫ്രണ്ട്സും 2nd ഇയറൊക്കെ കോളേജിൻ്റെ ക്ലാസ്സിനിടയിൽ തന്നെ അടിയിൽ ബുക്കും വെച്ചിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം 99% നമുക്ക് പറ്റില്ലല്ലോ.
പക്ഷെ പിന്നീട് കുറേ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത്, ആക്ച്വലി എൻ്റെ കോളേജ് കഴിയാനാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 99% എന്ന് പറഞ്ഞാൽ 99% ഒന്നും കിട്ടണ്ട, ഇൻഫാക്ട് പകുതിൻ്റെ തൊട്ട് മുകളിലൊക്കെ മാർക്ക് കിട്ടിയാൽ ഈ 99% ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ 99% എന്താണെന്ന് അറിയില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാരില്ലേ, ആ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ടോപ്പ് 1%ലാണ് നിങ്ങൾ വരുന്നത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 1% നിങ്ങൾ വന്നാൽ നിങ്ങൾ 99% എന്ന് പറയും. അത്രേ ഉള്ളൂ ബേസിക് സംഭവം. ആ ടോപ്പ് 1% എത്തിയാൽ മതി, വിച്ച് ഇസ് നോട്ട് വെരി ഈസി, പക്ഷേ ഡൂബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി പ്രിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 6 months പ്രിപ്പറേഷനാണ് എനിക്ക് കിട്ടിയത്. പൊതുവേ ആൾക്കാർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, സെക്കൻഡ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് 2 വർഷം എടുത്തിട്ടാണ് ചെയ്യാം. എനിക്ക് 6 months ആണ് പ്രിപ്പറേഷൻ കിട്ടിയത്. അത് ഭയങ്കര കുറവല്ലായിരുന്നു, ഭയങ്കര കൂടുതലല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-12 hours എങ്കിലും ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. എന്തുകൊണ്ടോ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെൻസിൽ. ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അവസാനമൊക്കെ ഫുൾ മോക്ക് എക്സാംസ് ആയിരുന്നു ഇത്. അപ്പം എൻ്റെ സ്ട്രാറ്റജി, അപ്പം സ്കാറ്ററിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി ബേസിക്കലി വേഗം സിലബസ് തീർക്കുക. മേ ബി 2 മാസമോ 3 മാസമോ ഞാൻ സിലബസ് തീർത്തിട്ടുണ്ടായിരുന്നു. ഇതിന് അവസാനം 3 മാസം ഫുൾ മോക്ക് എക്സാം എടുത്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. എനിക്കത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എക്സാം എഴുതി എനിക്ക് 99.26% ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് നമ്മുടെ വെർബൽ എബിലിറ്റി സെക്ഷനിലാണ്. 99.86% എനിക്ക് കിട്ടിയത്. ഓവറോൾ എനിക്ക് 99.26% കിട്ടിയത്. അപ്പോൾ 99% ഞാൻ ക്രോസ് ചെയ്തു. എങ്കിലും നിങ്ങൾ വിചാരിക്കരുത് 99% ഞാൻ നേരെ IIM കൂടെ പോയി അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യം. പിന്നീട് നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി കോൾ വന്നത്, അതായത് നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് കോൾ വരണമെങ്കിൽ നമ്മുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ വേറെ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് IIM അഹമ്മദാബാദിൽ വന്നിട്ടില്ല, കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടില്ല, ബാംഗ്ലൂരിൽ നിന്നൊന്നും വന്നില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എനിക്ക് കിട്ടിയത് IIM ലക്നോ ആണ്. പിന്നെ IIM കോഴിക്കോട്, IIM ഇൻഡോർ. IIM ലക്നോ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഭയങ്കര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇൻഡോർ ഞാൻ അറ്റൻഡ് ചെയ്തു, ഭയങ്കര മോശം ഇൻ്റർവ്യൂ ആയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടി. കോഴിക്കോട് മീഡിയം ആയിരുന്നു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു എന്താ കിട്ടാന്ന്, പക്ഷേ ഞാൻ അവസാനം എനിക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ അവസാനം കോഴിക്കോടിലാണ് ജോയിൻ ചെയ്തത്. കോഴിക്കോട് IIMസിൻ്റെ ഉള്ളിൽ നോക്കുകയാണ് 1, 2, 3, 4, 5 അഞ്ചാമത്തെ റാങ്ക്ഡ് ആയിട്ടുള്ള IIM ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം 4ാമത്തേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ അങ്ങനെ IIMൽ അഡ്മിഷൻ കിട്ടി. ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഡ്രീം ആയി എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡ്രീം, അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രീം ഒന്നല്ല കേട്ടോ. അവിടെ കയറിയതിനു ശേഷം പഠനത്തിലൊക്കെ മോശമില്ലായിരുന്നു. മാത്രമല്ല അവിടുത്തെ കുറച്ച് കേസ് കോമ്പറ്റീഷൻ എന്ന് പറയും. ഇപ്പോൾ IIMസിൽ നിങ്ങൾ ഏത് IIMലോ അല്ല ഏത് MBA കോളേജിൽ പോയാലും കുറേ കേസ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം വിത്തിൻ IIM കോമ്പറ്റീഷൻസ് ഉണ്ടാവും. പിന്നെ ഓൾ ഇന്ത്യ IIMs തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പങ്കെടുക്കാൻ അത്ര ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് IIM കോഴിക്കോടിനെ റിലയൻസിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ നാഷണൽ ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ IIM നമ്മൾ ആദ്യം ജയിക്കണം, എന്നിട്ട് IIMന്ന് ഒരു ടീമിനെ മാത്രമാണ് വിടാൻ പോകുന്നത്. അങ്ങനെ 2 പേരടങ്ങുന്ന ഒരു ടീമിൽ ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മൾ മുംബൈയിൽ പോയിട്ട് IIM കോഴിക്കോടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവിടെ എനിക്ക് 4ാമത്തെ പൊസിഷൻ ഒന്നും കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്യാമ്പസിൽ വിന്നറായിരുന്നു. ഈ വിത്തിൻ IIM നമ്മൾ ക്യാമ്പസിൽ വിന്നറായിരുന്നു. പിന്നെ വേറൊരു കോമ്പറ്റീഷനിലും നമ്മൾ ക്യാമ്പസിൻ്റെ വിന്നറായിരുന്നു. അത് പിന്നെ നാഷണൽ ലെവലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരെണ്ണത്തിൽ ക്യാമ്പസിൽ വിന്നർ അല്ലായിരുന്നു, ഫൈനലിസ്റ്റ് ആയിരുന്നു, ഫൈനൽ റൗണ്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ IIMൽ ചെയ്ത പരിപാടി അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ റിലയൻസിൽ പോയപ്പോൾ കൊടുത്ത ഒരു സ്പീച്ചോ എന്തോ പരിപാടിയായിരുന്നു ഇത്. ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മൾ IIMൻ്റെ ഉള്ളിൽ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ജയിച്ചിട്ടിരിക്കുന്ന രാത്രി 1-2 മണിക്കൂർ എന്തോ എടുത്ത ഫോട്ടോ ആണ്. ജയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ്. സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. പിന്നെ ഒരു വർഷം മുഴുവൻ, സെക്കൻഡ് ഇയർ മുഴുവൻ ഓൺലൈനായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഞാനും അലൻ സാറും കൂടെ. എന്നിട്ട് നമ്മൾ എക്സാം ഇൻ്റർനെറ്റ് യൂട്യൂബ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. മെല്ലെ മെല്ലെ പിള്ളേർ കാണാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി ഞാൻ ആ സമയത്ത് IIMൽ പഠിക്കുമായിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ കുറച്ച് ക്ലാസ്സിലൊക്കെ ഇരിക്കും, വൈകുന്നേരം ആകുമ്പോൾ എക്സാം ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ മേ ബി വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ 1 മണി 2 മണി വരെയൊക്കെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഷെഡ്യൂള്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ആക്ച്വലി എനിക്ക് IIMൽ ഒരു ജോലിയും കിട്ടി. അപ്പോൾ പൊതുവേ IIMൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇങ്ങനെ പഠിക്കും. ഫസ്റ്റ് ഇയറിന് അവസാനത്തേക്ക് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടും. ഇന്റേൺഷിപ്പ് വെറുതെ കിട്ടില്ല, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ട് ഇന്റേൺഷിപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് കഴിയുന്നു. പിന്നെ സെക്കൻഡ് ഇയർ നിങ്ങൾ പഠിക്കും. സെക്കൻഡ് ഇയറിൻ്റെ ഇടയിൽ എവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടും. അതായത് ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ, ആ ജോലി കിട്ടും. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉള്ളത് അവസാനം വരെ വെയിറ്റ് ചെയ്യാതെ ജോലി കിട്ടാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റേൺഷിപ്പില്ലേ, ആ ഇന്റേൺഷിപ്പിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്താൽ അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവരപ്പം തന്നെ നിങ്ങൾക്ക് ഓഫർ തരും, പ്ലേസ്മെന്റ് തരും. അതിനെ PPO എന്നാണ് വിളിക്കുക, പ്രീ പ്ലേസ്മെന്റ് ഓഫർ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു പ്രീ പ്ലേസ്മെന്റ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലി കിട്ടി. ഓൾമോസ്റ്റ് 25 lakhs per annum എന്തായിരുന്നു അതിൻ്റെ പാക്കേജ്. ജോലി കിട്ടി, ഞാൻ ആക്ച്വലി സെറ്റ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ എഫക്റ്റീവ്ലി ഞാൻ വെറുതെ പഠിക്കുന്ന പോലെയാണ്.
പക്ഷേ ഞാൻ ആ ജോലിക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ ജോലിക്ക് അത് പോയിട്ടില്ല. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ഈ ഒരു എക്സാമിനറിൻ്റെ വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ അടിപൊളിയായി ഗ്രോ ചെയ്ത് കുറേ കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ് കാണാൻ തുടങ്ങി. മാത്രമല്ല ആ ഒരു ജോലി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്തായിരുന്നു എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നു, ഒന്നെങ്കിൽ എക്സാമിനർ അല്ലെങ്കിൽ ഈ ജോലി. അപ്പം ഈ ജോലി വിട്ടിട്ട് നമ്മൾ എക്സാമിനറിൽ തന്നെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ രസകരമായുള്ള കാര്യം, അന്ന് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എക്സാമിനറിന് ₹1 പോലും റവന്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഈ ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സ്ലൈറ്റ്ലി റിസ്കി ഡിസിഷൻ ആയിരുന്നു, പക്ഷേ അതേസമയം ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്തൊരു ഡിസിഷനാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മൊത്തം ജേണി. ഇതിൽ മേ ബി അവിടെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രിപ്പറേഷനെ പറ്റി ഡൗട്ട്സും കാര്യങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ നിങ്ങൾക്ക് IIM-ലൊക്കെ കയറണം, +2 കഴിഞ്ഞിട്ട് കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ MBA വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാം. കമന്റ് ബോക്സിൽ അറിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അവസാനം ഞാൻ പറയുകയാണെങ്കിൽ 2 ലെസൺസ് ആണ് എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിന്ന് എനിക്ക് ഉണ്ടായത്. മേ ബി നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആസ് എ സ്റ്റുഡൻറ്റ്. ഒന്ന്, ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് യുവർ സെൽഫ്. മേ ബി നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ. ഞാനൊരിക്കലും എൻ്റെ സ്കൂളിലെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് IIM-ലൊക്കെ പഠിക്കാൻ പറ്റുമെന്നോ. ഈവൻ NIT-യിൽ നമ്മൾ NIT-യിലും കൂടിയാണ് നമ്മൾ ഈ മുക്കത്തേക്കൊക്കെ പോകുന്നത്. അതും കാണുന്നതാണ്. അവിടെയും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അവിടെ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ അങ്ങനത്തെ കോളേജിലൊന്നും ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ടേൺസ് ഔട്ട് പറ്റുമായിരുന്നു. അത് ആ പൊട്ടൻഷ്യൽ അത് ഞാൻ എന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നുള്ളത്. അപ്പോൾ മേ ബി നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ആ ഒരു 6 മാസം സമയം ഞാൻ എൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഇതല്ല എൻ്റെ ടേബിൾ, വേറെ ആ ടേബിളിൽ പിക്ചറില്ല. അപ്പോൾ ആ ടേബിൾ അല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. ആ ദിവസം ഞാൻ ടേബിളിൽ വന്നിരിക്കും, ഫുൾ പഠിച്ചുകൊണ്ടിരിക്കും, മോക്ക് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കും, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഒബ്വിയസ്ലി ഹാർഡ് വർക്കും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ സാധനമൊക്കെ വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ മൂമെൻറ്റും നിങ്ങൾ ചെറിഷ് ചെയ്യുക. അപ്പം ലൈഫിൽ എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു പോയിന്റ് മേ ബി നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഞാൻ ഹോങ്കോങ്ങിൽ ഗിറ്റാർ വായിക്കാൻ പോയപ്പോൾ മേ ബി ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും, പക്ഷേ അതോടെ എൻ്റെ ജീവിതം അവിടെ തീർന്നില്ല. ആ അച്ചീവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കലും ഇരിക്കേണ്ടി വന്നിട്ടുമില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. ഞാൻ IIM-ൽ കയറി, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ മൊമെന്റും ചെറിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, മേ ബി യു മൈറ്റ് ഹാവ് മിസ് ദ പോയിന്റ്. കാരണം ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 99% കിട്ടുന്നവരെ എനിക്ക് അത് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ IIM-ൽ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. IIM-ൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല മാർക്ക് കിട്ടണം, നല്ല കേസ് കോമ്പറ്റീഷൻ ജയിക്കണം എന്നായി ആഗ്രഹം. കേസ് കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ അതല്ല, ജോലി കിട്ടണം എന്നാണ് ആഗ്രഹം. ജോലി കിട്ടി കഴിയുമ്പോൾ അതിൽ വലിയ മനസ്സിലല്ലേ, എക്സാമിൻ്റെ തുടങ്ങി കുറച്ച് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്ന ആഗ്രഹം, പിന്നെ അത് വലുതാക്കണം. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗോൾ പോസ്റ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ജേണി, അപ്പോൾ എല്ലാവരും പറയും ക്ലീഷേയുടെ ഡയലോഗാണ് ജേണി എൻജോയ്. പക്ഷെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എൻജോയ് ഇരിക്കാൻ എനിക്ക് എൻ്റെ വിഷയമുള്ളതല്ല. പക്ഷെ എൻജോയ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മേ ബി യു വിൽ മിസ് ദ പോയിന്റ്. പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നേരത്തെ ഞാൻ ഫോട്ടോ കാണിച്ചാൽ ഞങ്ങൾ 2 പേരും കൂടിയായിരുന്നു നമ്മുടെ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈ വരെ പോയത് റിലയൻസിൻ്റെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇല്ല. അദ്ദേഹം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയ സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ആക്ച്വലി മരിച്ചുപോയി. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ഡിഫൈൻ ചെയ്യപ്പെടുക നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു, നിങ്ങളുടെ ഫാമിലി ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും എങ്ങനെ ഇൻട്രാക്ട് ചെയ്തു, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാക്കി, നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എങ്ങനെ സന്തോഷം ഉണ്ടാക്കി എന്നുള്ള കാര്യമായിരിക്കും മേ ബി അവസാനം നിങ്ങൾക്ക് റിയലി മാറ്റർ ചെയ്യാം. അപ്പോൾ ലൈഫിൽ സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെ ഇടയിൽ നിങ്ങൾ ജീവിക്കാൻ മറന്നു വരുന്നുള്ള ഒറ്റ റിമൈൻഡർ മാത്രമേ എനിക്ക് തരാനുള്ളൂ. കുറച്ച് ക്ലീഷയായി പോയി എൻഡിങ് അറിയാം, പക്ഷേ വാട്ട് ഹാസ് ടു ബി സെഡ് അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ഒക്കെ ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.